സെക്കൻഡ് വണ്ടികളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും വെട്ടിച്ചിറയിലെ കാർ മാക്സ് യാർഡിലാണുള്ളത്. ഇവിടെ ഒരുപാട് പ്രീമിയം കാറുകളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു യാർഡാണ്. അപ്പോൾ നമ്മൾ ആദ്യം ക്രിസ്റ്റ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതാണ്. അപ്പോൾ ഓരോ വണ്ടികളായിട്ടാണ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. വലിയ വീഡിയോ ചെയ്യാനുള്ള സമയമില്ല, അതുകൊണ്ടാണ് സിംഗിൾ വീഡിയോ എടുത്തുകൊണ്ട് ഇട്ട് തരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റിനോൾട്ടിന്റെ ഡസ്റ്ററാണ്. അപ്പോൾ നമ്മളെ വണ്ടി പരിചയപ്പെടുന്നത് നബീലാണ്. നബീൽ, ഇത് എത്ര മോഡലാണ് നബീലെ? ഇത് 2014 മോഡൽ. 2014 മോഡൽ. ഓക്കെ, വണ്ടി എന്ത് പാട്? വണ്ടി ഗുഡാണ്, തട്ടുമുട്ട് ഒന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി പക്കാണല്ലോ. വണ്ടി പക്ക. ഓക്കെ, ഇത് ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ RX-L, RX-85 L, RX-L 110. 110. ഓക്കെ, അതിന്റെ മേലേക്ക് അതുക്കും മേലെ. ഓക്കെ, അപ്പോ അലൂസ് ഒക്കെ ഉണ്ടല്ലേ? അലൂസ് ഒക്കെ ഉണ്ട്. ഇന്റീരിയർ എങ്ങനെയുണ്ട്? ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലിയർ ആണ്, ഒരു കുഴപ്പമില്ല. സീറ്റ് കുറച്ച് പഴയതായിരിക്കണല്ലേ? സീറ്റ് കവർ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കുഴപ്പമില്ല. പിന്നെ ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. എയർ ബാഗ് ഉണ്ട് അതിൽ? എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, എയർ ബാഗ് വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ. ഇത് ഫുൾ ഓപ്ഷൻ ആണോ അല്ല മിഡിൽ എങ്ങനെയാണ്? ഇതില് ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ ആണല്ലേ? ഓക്കെ, പിന്നെ ഇതിന് ഹൈലൈറ്റ് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ SUV ഒരു സെഗ്മെന്റിൽ ഡസ്റ്റർ എന്ന ഓപ്ഷൻ ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത് ഈ റിനോൾട്ടിന്റെ സമയത്ത്. 2011 സമയങ്ങളാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. ഇതിപ്പോ 2014 മോഡൽ. 2014 മോഡൽ. ഓക്കെ, അവരുടെ ഒരു ഈ SUV സെഗ്മെന്റിൽ ഉള്ളൊരു വണ്ടിയായിട്ടാണ് ഡസ്റ്റർ എന്ന് ഇറങ്ങുന്നത് ആ സമയത്ത്. പിന്നെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഡിസ്ക് സ്പേസ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. ബൂട്ട് സ്പേസ് നല്ല ഉണ്ടല്ലോ. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഒക്കെ ഉള്ള വാഹനം. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ എങ്ങനെ എഞ്ചിനും കാര്യങ്ങളൊക്കെ പക്കയാണ്, ഒരു ഇതില്ല. ഇപ്പൊ പെൻഡിംഗ് ആയിട്ട് വർക്ക് ഒന്നുമില്ല. നിലവിൽ റണ്ണിംഗ് കണ്ടീഷനാണ്. ഓക്കെ, ടയറുകളൊക്കെ അത്യാവശ്യം ഉണ്ടല്ലേ? ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇനി ഒരു 80% 80% ടയറുകളൊക്കെ ഉണ്ട്. പിന്നെ വേറെ അപകടമൊന്നും ഇല്ലല്ലോ? ഓടിക്കുന്നത് ഇത് 1,17,000. 1,17 ആണ് ഓട്ടം. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. അപ്പൊ ഇതിന് എങ്ങനെ ആസ്കിംഗ് പ്രൈസ് എങ്ങനെയാണ്? നമ്മൾ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4 ലക്ഷം. 4 ലക്ഷം 4 ലക്ഷമാണ് ചോദിക്കുന്നത്. ഒരു 4 ലക്ഷം ചോദിക്കുന്നുള്ളൂ. അപ്പോ വില കുറച്ച് കൊടുക്കൂലേ? വില കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ കസ്റ്റമർ നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് ആ സമയത്തുള്ള ഓപ്ഷൻ എന്തെങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ വളരെ റേറ്റ് കുറച്ചിട്ടാണ് പറയുന്നത്. 4 ലക്ഷം രൂപ അല്ല, നിങ്ങൾ പറഞ്ഞ വിലനേക്കാൾ കുറച്ച് കൊടുക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ എന്ത് കച്ചവടം ആണെങ്കിലും, ഇപ്പൊ വണ്ടി കച്ചവടം എന്നല്ല, ഏതൊരു കച്ചവടം ആണെങ്കിലും പറഞ്ഞ വില ആരും കൊടുക്കൂല. ഇല്ല, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പൈസ അതിൽ പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ചോദിക്കരുത് വിചാരിച്ചിട്ടാണ് ലാസ്റ്റ് അറിയാം. പറയുമ്പോ KL40 ഇതിലുള്ള ആളുകൾ കസ്റ്റമർ കണ്ട് വരുമ്പോ എന്തെങ്കിലും ജസ്റ്റ് എന്റെ ചാനൽ കണ്ടിട്ട് വരുന്ന ആളാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കൂലേ? ഷുവർ, നോക്കാം. കാസർഗോഡിനൊക്കെ ആള് വരും. എല്ലാ സ്ഥലത്തും എന്റെ വീഡിയോ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതിന് ഫിനാൻസ് എത്ര കയറും? ഇതിന് ഫിനാൻസ് പറഞ്ഞാൽ ഏകദേശം ഒരു 3 ലക്ഷം വരെ ഫിനാൻസ് കിട്ടും. 3 രൂപ കയറും അല്ലേ? ഒരു 1 ലാക്ക് ഡൗൺ പേയ്മെന്റ് നടത്തിയാൽ കസ്റ്റമറിന് ഏകദേശം വണ്ടി 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി അവരെ IT കാര്യം അവരെ എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ, സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഓക്കെ, ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അവർക്ക് മാക്സിമം ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം 3 രൂപ കയറും അല്ലേ? ഓക്കെ, അപ്പോ 2014 മോഡല് റിനോൾട്ടിന്റെ ഡസ്റ്റർ ഏകദേശം 1,17,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. ഫുൾ കമ്പനി സർവീസ് തന്നെയല്ലേ വണ്ടി? ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അപ്പോ ഈ വണ്ടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചാൽ വണ്ടിയുടെ A to Z കാര്യങ്ങളും കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു തരും. ലൊക്കേഷൻ വരുന്നത് വെട്ടിച്ചിറ ടു പുത്തനത്താണി റോഡില് ചുങ്ക എന്ന് പറയുന്ന സ്ഥലമാണ്. ഇനി അഥവാ പുത്തനത്താണിന്ന് വെട്ടിച്ചിറ വരികയാണെങ്കിലും ചുങ്കം തന്നെയാണ്, അതിന്റെ സെൻട്രൽ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോ ഓക്കെ, വേറൊന്നും പറയണ്ട. ഓക്കെ, ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ.